Hello, good afternoon. Good afternoon, Miss. Okay. Real എല്ലാവരും എന്തൊക്കെയാണ് ഇതാണ് നമ്മുടെ പുതിയ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായോ പ്രത്യേകിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നോ? നമ്മൾ എന്താ എടുത്തോണ്ടിരിക്കുന്നത്? ഫാർമസിയുടെ എന്തോരം എടുത്തു? ഫങ്ഷൻസ് ഒരു പേജ്, ഫസ്റ്റ് പേജ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ? ഫാർമസി എന്താണെന്നും പറഞ്ഞു, ഫാർമസിയുടെ ഫങ്ഷൻസും നമ്മൾ പറഞ്ഞു. ഇനി അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായോ? ക്വസ്റ്റ്യൻസ് തന്നായിരുന്നു. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ചാപ്റ്ററിലെ വേഗം പറ, അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ആൻസർ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ വേഗം ആ ക്വസ്റ്റ്യൻസ് വായിക്കണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്ന് വേഗം വായിക്കാം, അതിന്റെ ആൻസേഴ്സും വായിക്കാം. അപ്പൊ അത് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഓരോരുത്തരോട് ചോദിച്ചാലേ കുറെ പേരൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് പേരെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. അപ്പൊ ആദ്യം ആര് വായിക്കും? പെട്ടെന്ന് പറയാമോ? ആള് വായിക്കാം. ആരുമില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറയാൻ ആരുമില്ല ഇതിനകത്ത്. ഈ കൂട്ടത്തില് 46 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരുമില്ല. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ചാൽ കുറെ സമയം പോകും. അതുകൊണ്ടാ. ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? പറയും. ചിന്നു റീഡ് ചെയ്തോ? ഓരോ ക്വസ്റ്റ്യൻ വായിക്കാം, അതിന്റെ ആൻസർ എല്ലാവരും കേട്ടിരിക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസ്, തെറ്റ് ചിലപ്പോ നമ്മള് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിന്റെ ഫലമായിട്ടേ ചിലപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ള ആൻസർ ആയിരിക്കും ചിലപ്പോ ഇത് വെച്ചിരിക്കും. അങ്ങനെ രാവിലത്തെ ബാച്ച് ഇടയ്ക്ക് എല്ലാ ബാച്ചിനും പറ്റാണ് അങ്ങനെ. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഓക്കെ, യെസ്. First one, physiotherapy comes under dash in supportive department. Therapeutic. ഫിസിയോതെറാപ്പി നമ്മുടെ സപ്പോർട്ട് ഏത് ഇതിനകത്താ വരിക എന്നാണ് ചോദിച്ചേക്കണേ. തെറാപ്യൂട്ടിക് അല്ലേ? ബാക്കിയുള്ളവര് ആൻസർ ചെയ്തിരിക്കുന്നത് ശരിയാണെങ്കിൽ ഒന്ന് തമ്പ് റൈസ് ചെയ്യാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വായിച്ചോളൂ. Laboratory and radiology is dash of supportive department. General department. Laboratory and radiology is under dash of supportive department. General ആണോ? എനിക്കറിയില്ല. ഞാനിപ്പോ നോക്കിയപ്പോ ഡൗട്ട് തോന്നിയായിരുന്നു. Diagnostics Okay, next one. Medical departments are classified as dash and dash. IPD and OPD. Yes. Inpatient. General surgery is included in dash of medical departments. Outpatient department. Okay, correct. Next, dash is the department mainly concentrated on providing quality patient care to elderly people. Geriatrics. Okay. Labor rooms and maternity wards are dash services in medical departments. Inpatient services. Answer. Inpatient services labor room and maternity wards are dash services in medical department. Our answer on the gynecology. ഏത് സർവീസ് വിഭാഗത്തിലാണ് വരുന്നതെന്നാണ് ചോദ്യം. കറക്റ്റ് ആണ്. ഏതാണ്? ഇൻപേഷ്യന്റ് സർവീസ് ആണ്. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ വായിച്ചു കിടക്കുന്നത്. Consultation doctors are usually appointed to handle dash. Answer outpatient department. Outpatient department. Okay. Dash is the department in which people comes to the hospital for consultation
but not for admission. ആ OPD, outpatient ഓക്കെ department. ഔട്ട് പേഷ്യന്റിലാണ്. ഓക്കെ Casualty and emergency department are also called ആ dash accident and emergency department. യെസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ. Dash department should be well equipped with all kinds of emergencies. ആ Casualty. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ് എമർജൻസി ആയിട്ട് ഉപയോഗിക്കേണ്ട എല്ലാ എക്യുപ്മെന്റുമായിട്ട് സജ്ജമായിരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. The biggest area of heart disease is dash ആ coronary artery diseases. യെസ് കൊറോണറി ആർട്ടറി ഡിസീസ്. Dash anesthesia is provided usually by dentist. ആ Local anesthesia. യെസ് ലോക്കൽ അനസ്തേഷ്യ. Patient's blood pressure, heart rhythm, temperature level, etc. are monitored in dash anesthesia. Regional. റീജിയണൽ അനസ്തേഷ്യ. നെക്സ്റ്റ് വൺ. Critical care unit is the other name of dash. ICU, intensive care unit. ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ ENT surgeon is called dash otolaryngologist. ഓട്ടോലറിംഗോളജിസ്റ്റ്. ഓക്കെ Tear duct problem is cured under dash department. ആ ENT department. യെസ് Endocrine system includes dash pancreas, thyroid, parathyroid, pineal, hypothalamus, adrenal and pituitary gland. ഓക്കെ Dash is the medical specialty that deals with the study of hormones and hormone related gland. ആ അതിന്റെ ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. ഡാഷ് ഇസ് ദ മെഡിക്കൽ എൻഡോക്രൈനോളജി. ഏതാ എൻഡോക്രൈനോളജി അല്ലേ? എൻഡോക്രൈനോളജി ഹോർമോൺസിന്റെയും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളും ഈ ഒരു ശാഖയിൽ നടക്കാറുണ്ട് കേട്ടോ. എൻഡോക്രൈനോളജി. യെസ്. Therapy units and palliative care services are provided by dash department. Geriatric. യെസ് ജെറിയാട്രിക്സ്. Examples of diseases treated in nuclear medicine. ആ Hyperthyroidism, thyroid cancer, പിന്നെ lymphomas and bone pain from some types of cancer. ആ മിസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അന്നേരം ഞാൻ ഒന്ന് ഇറങ്ങി ലീവായിരുന്നു, അപ്പം ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. എഴുതിയില്ല. എഴുതിയിട്ടുണ്ട്. ഓർഡർ തെറ്റിപ്പോയാൽ ഇവര് ആൻസർ വാങ്ങി തിരുത്തും. അത് അത്രാമത്തെ വരെ വായിച്ചല്ലോ. അപ്പൊ ഇനി ഓർഡർ തെറ്റിയാൽ ചിലപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലോ. അടുത്തൊരാൾ വായിച്ചേ. നെക്സ്റ്റ് ഒരാൾ വായിച്ചേ. വളരെ നന്നായിട്ട് എല്ലാ ആൻസേഴ്സും ഒക്കെ എഴുതിയിട്ടുണ്ട് ചിന്നു. ഓക്കെ അടുത്ത ആള്. ആരും റെഡിയല്ല. മോശം. നമ്മൾ ഈ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളുടെ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലെ നിങ്ങൾക്ക് ഞാനായിരിക്കുവാണെന്നാണോ ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല മുഖ്യം, നമ്മളുടെ കുറച്ച് നമ്മളിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരേണ്ട ചില സംഗതികളുണ്ട്. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ഏതൊരു പൊസിഷനിൽ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസിന്റെ ഈ എന്താ പറയാ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല അതിന് ഏറ്റവും വലിയ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അതിനേക്കാൾ ഉപരി ഇന്ന് ഒരുപാട് മറ്റ് നമ്മൾക്ക് തന്നെ ഉള്ളിൽ വരേണ്ട കുറെ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയത് കുറച്ചുകൂടി ഉള്ളൂ എനിക്ക് തോന്നണേ. വായിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഷിക്ക വായിക്കാമോ? വായിക്കും. 3 specialty areas in gynecology. Gynecology, obstetrics, infertility. Expand ART. Assisted reproductive technique.
electrolyte disturbance and hypertension is treated under dash department. ആ അത് nephrology ആ department. നെഫ്രോളജി ആണ്. ഓക്കെ. Expand PET. ആ Positron emission tomography. യെസ്. Biopsy and surgical resection of tumors are done in dash oncology. ആ Surgical oncology. യെസ്. Examples of diseases treated in nuclear medicine. ആ Hyperthyroidism, thyroid cancer, lymphoma, and bone pain from some type of cancer. യെസ്. Then Rolla. The department that handles recording and maintaining all the records of files of inpatient as well as outpatient is dash. ആ Medical record department. യെസ്. Dash is the department that makes budgets, financial plans for future and upgradation. ആ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഫിനാൻസ് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ്. ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. കഴിഞ്ഞു മിസ്, കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാ ആൻസേഴ്സും എഴുതി കൊണ്ടുവന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ് അല്ലെ? നമ്മള് ഒരെണ്ണം മാത്രം ആൾക്ക് തെറ്റിപ്പോയുള്ളൂ. അത് ചിലപ്പോ ഒക്കെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വരുന്നതാണ്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ആൻസേഴ്സ് വായിപ്പിച്ചാൽ. പിന്നെ വായിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഓക്കെ. ഇനി നമ്മുടെ ക്ലാസ് ഫാർമസി ആണ്. എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ പുതിയ എക്സാം സിലബസുകളൊക്കെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും. എക്സാംസിന്റെ പുതിയ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോയും നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരിക്കും ഇല്ലേ? ക്ലാസ് എക്സാംസ് ഒരു പുതിയ രീതിയിലാണ്. നേരത്തെ ഉള്ള കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ എക്സാംസിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ മാറും. അപ്പൊ ഇപ്പോ ആ പാറ്റേൺ മാറിയ ഒരു പാറ്റേണിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അതനുസരിച്ച് നമ്മുടെ സിലബസിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ തന്നിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ അതനുസരിച്ച്. അപ്പൊ എനിക്കൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ പുതിയ മോഡൽ അനുസരിച്ച്, പേപ്പർ മോഡൽ അനുസരിച്ച് മൊഡ്യൂൾ 1 എന്നൊക്കെ പറഞ്ഞൊരു 10-13 ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തുന്ന ഒരു ഇതാണ് തന്നേക്കണേ നിങ്ങൾക്ക്. ഇങ്ങനെയല്ലേ തന്നേക്കണേ? നോക്കിയേ, കണ്ടോ? കാണുന്നുണ്ടോ? അപ്പൊ ഈ പാറ്റേണിലാണ് തന്നേക്കണേ. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിലെ ചാപ്റ്റേഴ്സ് വെദർ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓർ നോട്ട്, അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഞാനതൊന്നും ഇവിടെ നോട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. ഫസ്റ്റ് മൊഡ്യൂളില്, അതായത് 1 എന്ന നമ്പറിട്ട മൊഡ്യൂളില് ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, classification of hospitals, different departments in hospitals, outpatient department, accident and emergency department, front office department, inpatient department, hospital wards, intensive care units, operation theatre and ventilator. ഇതിൽ ഏതെങ്കിലും ചാപ്റ്ററിങ് എടുക്കാനുണ്ടോ? ആരുടെയും ആയിക്കോട്ടെ. ഈ ചാപ്റ്റേഴ്സിൽ, ഈ പറഞ്ഞ നമ്പേഴ്സിൽ ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാനുണ്ടോ? ഓൺ ഗോയിങ് വിട്ടേക്ക്. അതായത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പറയണ്ട, കാരണം അത് അവരെടുത്ത് തീർക്കും. ഒട്ടും തന്നെ തൊടാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, എല്ലാം എടുത്തു. ഫൈനൽ പക്കയാണല്ലോ. കുറച്ചേരം കഴിയുമ്പോ പറയരുത് അയ്യോ മിസ് 10 സാറിന് എടുത്തില്ലല്ലോ, വിട്ടുപോയി എന്നൊക്കെ പറയരുത്. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. ഓക്കെ. യെസ്. അപ്പൊ ഞാൻ വിടാണത്. അവിടെ നിന്ന് എല്ലാം തീർത്തിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതിൽ ഒരു 15 ചാപ്റ്റേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഫാർമസി, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ലബോറട്ടറി സർവീസ്, ബ്ലഡ് ബാങ്ക്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി, ഡയറ്ററി സർവീസസ്, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, മോർച്ചറി സർവീസ്, ആംബുലൻസ് സർവീസ്, ലേബർ റൂം സർവീസ്, മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മെഡിക്കൽ ടെർമിനോളജി. ഇതിൽ ഏതെങ്കിലും എടുക്കാനുണ്ടോ? നമ്പർ പറഞ്ഞാൽ മതി. നമ്പർ 25 എടുത്തിട്ടില്ല മിസ്. 25 ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എടുത്തിട്ടില്ല. അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ സിലബസ് സെൻഡ് ചെയ്തില്ല, അതിൽ നോക്കിയിട്ട് നമ്പർ പറയും. നിങ്ങളുടെ പഴയ വിട്, നിങ്ങൾ അത് വിട്ടേക്ക്. ഇപ്പൊ പുതിയ ഇതനുസരിച്ചിട്ടാണ്. അതിനകത്ത് നമ്മളുടെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എടുത്തിട്ടില്ല എന്നാണ് ആരോ പറയുന്നത്. 9ാമത്തെ ചാപ്റ്റർ. റൈറ്റ്? കറക്റ്റ് ആണോ?
ബാക്കിയുള്ളവരൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടെ എഴുതാൻ. ഓക്കെ ആണല്ലോ? കുറച്ച് നേരം പറയുന്നു 9 എടുത്തു. അതായത് എല്ലാ ദിവസവും ലൈവിലൊക്കെ കയറുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞാൽ മതി. കാരണം അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. ഒരു ദിവസം പോലും നമുക്ക് വിടാതെ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നവർ പറയുകയാണെങ്കിൽ അത് കുറച്ച് ഉപകാരമായിരിക്കും. ബിക്കോസ് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. ഓക്കെ, 9 എടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ദെൻ മോർച്വറി സർവീസസ് അതെടുത്തിട്ടില്ല. 9, 10 എടുത്തിട്ടില്ല. ഓക്കെ, 10 എടുത്തിട്ടില്ല. ദെൻ 11 ആംബുലൻസ് സർവീസസും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആംബുലൻസ് സർവീസസ്. ഓക്കെ, ദെൻ ഏതാ പിന്നെ ഏതാ പറഞ്ഞേ? 9, 10, 11 ഇത്രയുള്ള ബാക്കിയെല്ലാം എടുത്തതാണോ? 9, 10, 11. 13 എടുത്തിട്ടില്ല. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് 13 ആണ്, അതെടുത്തിട്ടില്ല. ലബോറട്ടറി സർവീസ് 3 അതെടുത്തിട്ടില്ല. മെഡിക്കൽ ഇൻഷുറൻസ് ഹൗസ് കീപ്പിംഗ് ഓക്കെ, ഐ തിങ്ക് പറയാം, ഞാൻ വായിക്കാം. 3, 9, 10, 11, 13 ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. ഒന്നുകൂടി വായിക്കാം. 3 ലബോറട്ടറി, 9 ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, 10 മോർച്വറി സർവീസസ് ആൻഡ് 11 ആംബുലൻസ് സർവീസസ്, 13 മെഡിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്രയുമാണ് എടുക്കാത്തതെന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ പറയണ്ട. എടുത്തോണ്ടിരിക്കുന്നത് അവിടെ എടുത്തോണ്ടിരുന്നോട്ടെ, അത് അവർ തീർത്തോളും. അതും തീർക്കും, ഇതൊക്കെ തീർക്കും. അതല്ല, ഒന്നും എടുക്കാത്തവരെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കൺഫേം ആക്കാനാണ് ടീച്ചേഴ്സിനോട് വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കാത്ത പിള്ളേരെ. അതായത് നമ്മൾ ഈ പുതിയ പാറ്റേൺ അനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നേ. ഈ പുതിയ പാറ്റേൺ അനുസരിച്ച് എവിടെ കിടക്കുന്നത്? 1ലും 2ലും എവിടെ മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് വായിച്ചു? നിങ്ങൾ ഞാനിപ്പോ ഈ വായിച്ച ചാപ്റ്റേഴ്സിന്റെ പേരിനകത്ത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ മെഡിക്കൽ ഇൻഷുറൻസാ? നിങ്ങൾ എവിടെയാ നോക്കണത്? ഞാൻ വായിച്ചില്ല. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഞാൻ വായിച്ചില്ല. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതിയിലുള്ള പാറ്റേൺ, സിലബസ് പാറ്റേൺ നിങ്ങൾക്ക് തന്നിരുന്നു. അതിനകത്ത് ഫസ്റ്റ് പേപ്പറിനകത്ത് 13 ചാപ്റ്റേഴ്സ് അപ് ടു വെന്റിലേറ്റർ 13 ചാപ്റ്ററും, അതുപോലെ തന്നെ രണ്ടാമത്തെ പേപ്പറിൽ 15 മൊഡ്യൂൾ ചാപ്റ്റേഴ്സ് മെഡിക്കൽ ടെർമിനോളജി വരെ. അങ്ങനെയാണ് നമ്പർ ഇട്ടേക്കണേ. അതിനകത്ത് പെട്ടതിൽ ഏതാണ് എടുക്കാത്തതെന്നാണ് എനിക്ക് കൺഫേം ചെയ്യേണ്ടത്. വേറെ ഒന്നുമില്ല. സ്പില്ലേജ് വേസ്റ്റ് അതൊക്കെ പറഞ്ഞു 3, 9, 10, 11, 13. ഈ സ്പില്ലേജ് വേസ്റ്റ് കുറച്ചെടുത്തിട്ടുണ്ടോ? ഞാൻ മ്യൂട്ട് കൊടുത്തിട്ടില്ല. ഒന്ന് പറയൂ ആരെങ്കിലും. എടുത്തിട്ടുണ്ട്. എത്ര എന്തോരം എടുത്തു? കുറച്ചും കണ്ടല്ലേ ഇനി എടുക്കാൻ ബാക്കിയുള്ളൂ. കുറച്ചും കൂടി ഉള്ളൂ തോന്നുന്നു. അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് എടുത്തു വെച്ചോടത്ത് നിർത്തിയിരുന്നു. അത് എടുക്കാനുള്ളത് പ്രീസ മാം ആണ്. പ്രീസ മാഡത്തിന്റെ ക്ലാസ്സിൽ കൊടുക്കാനേ അത് എടുത്തു തീർത്തോളും. ഓക്കെ, ബാക്കി മെഡിക്കൽ ടെർമിനോളജി ഗോയിങ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. എടുത്തോണ്ടിരിക്കുകയല്ലേ മെഡിക്കൽ ടെർമിനോളജി? അപ്പൊ പിന്നെ അതൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത്രയും. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുത്തുന്നതായിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എടുക്കാത്തതാ ഞാൻ ചോദിച്ചേ. എടുക്കാത്തത് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം ബാക്കിയുള്ളത് എടുക്കുന്നതാണ്. 3, 9, 10, 11, 13 ഇത് മാത്രമാണ് എടുക്കാത്തത്. അപ്പൊ അതിന്റെ അർത്ഥം ബാക്കിയുള്ള എല്ലാം തന്നെ എടുത്ത് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്. സ്പില്ലേജ് വേസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ബിക്കോസ് അത് വേറെ ആൾ എടുത്തതായിട്ട് അവിടെ പറഞ്ഞു. പക്ഷെ അതിന്റെ കുറച്ച് ഭാഗം കൂടി എടുക്കാനുണ്ടെന്നാണ് എനിക്കറിയാവുന്ന കാര്യം. എന്റെ ഇൻഫർമേഷനിൽ എനിക്കറിയാവുന്ന കാര്യം അതിന്റെ കുറച്ചുകൂടി എടുക്കാനുണ്ടെന്നാണ്. റൈറ്റ്. അപ്പൊ ഇത് കൺഫേം ആക്കാൻ മാം അത് നമുക്ക് ആദ്യം തൊട്ട് എടുത്തു തരുന്ന പറഞ്ഞിട്ടുണ്ട്. എന്തോ റീസൺസ് ആദ്യത്തെ മനസ്സിലായില്ല. അത് ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ട്രീസമിസ്. ഫസ്റ്റ് പേപ്പറിന്റെ കൂടിയാണ്. അല്ലല്ല, സ്പില്ലേജ് വേസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ഒന്നുകൂടെ ആദ്യം തൊട്ട് തുടങ്ങി എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ആദ്യം തൊട്ട് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ട്രീസ മാം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. എന്തായാലും ബാക്കിയുള്ളത് എടുത്തു തീർത്തിട്ട് മുന്നിലുള്ള ഭാഗത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാനുള്ളത് അവിടെ കിടക്കും. എടുത്ത് തന്നെ വീണ്ടും എടുത്തുകൊണ്ടിരുന്നാല് അങ്ങനെയും ഒരു കാര്യം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കുറച്ചല്ല കുറച്ചധികം കൊടുത്തില്ലേ?
എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് ഇൻഫോർമേഷൻ കിട്ടിയേക്കണത്. ഞാൻ ടീച്ചറിനോട് ചോദിച്ചിരുന്നു, കാരണം എനിക്കത് കൺഫേം ചെയ്യണം എത്ര ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട് തീർക്കാനുണ്ട്. ബിക്കോസ് നമ്മളുടെ ആദ്യത്തെ ഹാഫ് വരുമ്പോ ഒരു എക്സാം ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ചാപ്റ്റേഴ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോന്ന് അറിയില്ലേ. അപ്പൊ അതിന് ഞാൻ വെരിഫൈ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സ്പില്ലേജ് വേസ്റ്റിന്റെ കുറച്ച് കൂടുതൽ ഭാഗം എടുത്തതാണ്, ബാക്കിയുള്ള ഭാഗമാണ് എടുക്കട്ടെ. അപ്പൊ അങ്ങനെ വായിച്ചു നോക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് സ്പില്ലേജ് വേസ്റ്റ്. എങ്ങനെയാണ് ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ സ്വീകരിക്കേണ്ട ചില പ്രിക്കോഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ വായിച്ച് ഇങ്ങനെ നമ്മളിപ്പോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കുന്നത് പോലെ അത്രയും അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. കാരണം അത് നമ്മൾ കൂടി അറിഞ്ഞിരിക്കണം. അതിന്റെ ബാക്കി ഭാഗം എടുക്കാനുള്ള ഭാഗത്ത് എടുത്തതിന് ശേഷം ഇഫ് ദർ ഈസ് എനി ടൈം, ബാക്കി സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായിരിക്കും അതിന്റെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എടുക്കാനില്ലാത്ത ചാപ്റ്റർ അവിടെ പരീക്ഷ ആകുമ്പോഴേക്കും ചിലപ്പോൾ വിട്ടുപോകേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ ശ്രമിക്കുക. ഒന്ന് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാൻ എല്ലാവരും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് ക്ലാഷ് ഒക്കെ വരും. അയ്യോ ഏതെങ്കിലും ചാപ്റ്റർ വിട്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർത്തു തരിക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നു കഴിഞ്ഞപ്പോ നമ്മളിത് എവിടെ നിന്ന് ഏതെങ്കിലും എല്ലാവരും കൂടി എടുക്കുന്ന കാരണം കുറെ ടീച്ചേഴ്സ് 4 പേര് കൂടി എടുക്കുമ്പോ അതിന് എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരാണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോകും. അല്ലെങ്കിൽ എടുത്ത ചാപ്റ്റേഴ്സ് നമ്മൾ അതിന് അടുത്ത ഓരോ ക്ലാസ്സിൽ വരുമ്പോ എവിടെ വരിക നമ്മൾ എടുത്തേന്നോ ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കണേന്നോ ഒക്കെ നിങ്ങളോട് ചോദിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. കാരണം ഒരുപാട് ക്ലാസ്സസിൽ ഓരോ ടീച്ചേഴ്സും വേറെ വേറെ ടോപ്പിക്കുകളും എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ക്ലാഷ് ഒന്നും വരാതിരിക്കാനും മിസ്സായി പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇപ്പൊ നമ്മൾ എക്സാം ഒക്കെ ഇനി അടുക്കുമ്പോ അതിന്റെ ക്ലാരിഫിക്കേഷൻസും നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനു കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മള് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് ഫാർമസിയിൽ നമ്മൾ എന്താണ് ഫാർമസി, അല്ലെ, ഫാർമസി എന്താണ് നമ്മൾ സാധാരണ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഫാർമസിയിലുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കം തന്നെ മനസ്സിലാക്കി. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കണ്ടു, അതിനുശേഷം നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെല്ലുന്ന ഒരിടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ നോട്ട് ഓൺലി ദാറ്റ് പർപ്പസ്, ആ മരുന്ന് വാങ്ങുക എന്നുള്ള പർപ്പസ് മാത്രമല്ല ഫാർമസിക്കുള്ളത്. വി സോ ദാറ്റ് ദർ ആർ മെനി അതർ ഫങ്ഷൻസ്. ഹോസ്പിറ്റൽസിലെ ഫാർമസിക്ക് ചെയ്യാൻ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു, അല്ലെ. മരുന്നുകളെ കുറിച്ച് നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാറുണ്ട്. ഡിമാൻഡ് ഹോസ്പിറ്റലിൽ എന്തൊക്കെ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഡിമാൻഡ് ചെയ്യാൻ സാധ്യതകളുണ്ട്, അതിനെ കുറിച്ച് നേരത്തെ കൂട്ടി ഒരു പ്ലാൻ, അതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുക. അപ്പൊ മെഡിസിൻസിന്റെ ഒരു ഡിമാൻഡിനെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യാം. ദേ ഹാവ് ടു സെലക്ട് ദ ട്രസ്റ്റ്വർത്തി സപ്ലയേഴ്സ്. ആ മരുന്നുകൾ ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള സപ്ലയർമാരിൽ നിന്ന് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ളവരെ, നമുക്ക് വിശ്വാസയോഗ്യമായ ആളുകളെ നമുക്ക് മെഡിസിൻസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാം. പിന്നെ എസ്റ്റിമേറ്റ് ഓഫ് നീഡഡ് മെഡിസിൻസ് ടു ബി പ്രിപ്പയർഡ്. ഇവർ തന്നെയാണ് എത്ര മെഡിസിൻസ് വേണമെന്നും ആ മെഡിസിൻസിന്റെ ഒരു എസ്റ്റിമേഷൻ, ഏകദേശം എത്ര കോസ്റ്റ് ഒക്കെ വരും എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ നേരത്തെ കൂടെ തീരുമാനിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. And also they have to get information or collect information according to the cost, source of supply, drug reactions, etc. ഓരോ മരുന്നുകളും എവിടെ നിന്ന് വരുന്നു, അതിന്റെ വില എന്താണ്, അതിനെന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടോ, അത്തരം ഇൻഫോർമേഷൻസ് ഒക്കെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ കീപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ഏതെങ്കിലും പേഷ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ആളുകൾ ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇൻഫോർമേറ്റീവ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ഡൗട്ടുകളൊക്കെ ആളുകളിൽ നിന്ന് വരാൻ സാധ്യതകളുണ്ട്. അത് പ്രതീക്ഷിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങളായാലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് സംബന്ധിക്കുന്ന അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, അല്ലെ, ടൈപ്പ് ചെയ്തൊക്കെ. അപ്പൊ നമ്മൾ അതിന് അനുസരിച്ചുള്ള മറുപടികൾ പറയേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അത് പകർന്നു തരാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റൽസിലും മെഡിസിൻസ് അത് എവിടെ നിന്ന് വന്നു, അതിന് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ, അതിന്റെ കോസ്റ്റ് എത്രയാണ്, സച്ച് ഓൾ ഡീറ്റെയിൽസ് ഷുഡ് ബി എന്താണ് കെപ്റ്റ് ഇൻ മൈൻഡ്. അവർക്ക് അത് അറിഞ്ഞിരിക്കണം, അവർ സൂക്ഷിച്ചു വെക്കണം. പിന്നെ ക്വാളിറ്റി ഓഫ് പർച്ചേസ്ഡ് ആൻഡ് ഓൾസോ മാനുഫാക്ചേർഡ് മെഡിസിൻസ്, അവരുടെ എന്തൊക്കെ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മറ്റിടത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഗുണനിലവാരം താഴെ പോകാൻ പാടില്ല. എപ്പോഴും ഒരു ഗുണനിലവാരമുള്ള മെഡിസിൻസ് ആണ് എന്ന് ഉറപ്പുവരുത്തണം, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ കൂടി.
Then distribution of drugs in wards and also distribution of drugs in patients. Patientsനും അതുപോലെ തന്നെ വാർഡിലെ ആളുകൾക്കൊക്കെ മെഡിസിൻസ് ആവശ്യത്തിന് ഡിസ്പെൻസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫാർമസിയിൽ നിന്നാണ്. അത് അവരുടെ ഫംഗ്ഷൻ ആണ്. Then also it is a center of drug utilization studies. ഓരോ മരുന്നുകളും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തേണ്ടി വരും ചിലപ്പോൾ. അതിന് സെന്റർ ആയിട്ടും pharmacy വർത്തിക്കുന്നുണ്ട്. And also they have to bring into practice the recommendations which is taken by the pharmacy and the therapeutic committee. ഹോസ്പിറ്റലിലെ തെറാപ്യൂട്ടിക് കമ്മിറ്റി ഫാർമസിയും ഒക്കെ കൂടി ആലോചിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അതിനെയൊക്കെ നിലവിൽ കൊണ്ടുവരിക, പ്രാക്ടിക്കൽ ആക്കുക. ഓക്കെ, അത് നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് ഉണ്ട്. പേഷ്യന്റ് കൗൺസിലിംഗ്, പേഷ്യൻസിനെ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള കൗൺസിലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മാത്രമല്ല റിയാക്ഷൻ ടു എനി മെഡിസിൻ, ഏതെങ്കിലും പർട്ടിക്കുലർ മെഡിസിൻസിന് എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് ഒക്കെ മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റോ അല്ലെങ്കിൽ റിയാക്ഷൻസോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് അവര് നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിരിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം ഈ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് അതൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ അവർക്ക് ഇത്തരം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും അല്ലെ. അപ്പൊ അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ ഒരു കോഷ്യസ് ആയിരിക്കും അല്ലെ. അതിനെ കുറിച്ച് നേരത്തെ തന്നെ തയ്യാറെടുത്തിരിക്കും. അത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് ഇന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, മൈൻഡ് ചെയ്യേണ്ട. ഒരു 2 മിനിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യുമ്പോൾ അത് കഴിക്കും, അല്ലെങ്കിൽ അത് ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ അവർ എന്തെങ്കിലും സജഷൻസും കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇവിടെ കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, and they have to keep a relation between the medical staff and also nursing and the patients. ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സുമാരും പേഷ്യൻസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫംഗ്ഷൻസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി വെറുതെ റിപ്പീറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായെന്നാണോ എന്ന് നമുക്ക് പറഞ്ഞു വിട്ടത്. കുറച്ചേറെ കഴിയുമ്പോൾ മറന്നുപോയി എങ്കിൽ അത് മനസ്സിലാവാത്തതിന് തുല്യമല്ല. നമ്മൾ കുറച്ചേറെ കഴിയുമ്പോൾ ഇത്തരം ടോപ്പിക്സ് ഒക്കെ നമ്മൾ മറന്നു പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ 2-3 പ്രാവശ്യം എടുത്ത് വായിക്കണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാം. മറന്നു പോകുമ്പോൾ ഒന്ന് ചെന്നെടുത്ത് അവിടെ എന്തായിരിക്കും പറഞ്ഞ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി വീണ്ടും അതൊന്നും എടുത്ത് നമ്മുടെ സംശയമൊക്കെ നമ്മൾ തന്നെ ഒന്ന് എന്താ പറയാ ദൂരീകരിക്കുക. ഓക്കെ, അത് മനസ്സിലാകാത്തതല്ല. അന്നേരം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മളും കൂടി ഒന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി ഒന്ന് വായിച്ചു കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. And next എന്താന്ന് നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഫാർമസി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ലക്ഷ്യങ്ങൾ? First of all, they have to make sure that the availability of medications at the right time, right dose, and also at right medications. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ്, അതായത് ഫാർമസിയിൽ കൊടുക്കുന്ന മരുന്നുകൾ, അത് കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ അതിന്റെ അവൈലബിലിറ്റി, അതിന്റെ ലഭ്യത ഉറപ്പാക്കണം. അത് കൃത്യമായ സമയത്ത് അത് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതായത് നമുക്കിപ്പോ ഒരു മെഡിസിൻ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് വിറ്റഴിക്കാൻ അല്ലെങ്കിൽ പോകാനായിട്ട് നമ്മുടെ പേഷ്യൻസിന് കൊടുത്തുവിടാൻ, ഡിസ്പെൻസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള മെഡിസിൻസ് ആണ്. അപ്പൊ അതിന്റെ സ്റ്റോക്ക് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അതുകൊണ്ട് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് എന്താ പറയാ സ്റ്റോക്ക് ചെയ്യണം. അപ്പൊ അതിനെക്കുറിച്ച് അതിനൊരു ഇടതടവില്ലാതെ, അതായത് അവൈലബിലിറ്റി ബ്രേക്ക് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യണം. അത് കൃത്യസമയത്ത് കൃത്യ ഡോസിൽ കൊടുക്കാൻ അത്രയും ക്വാണ്ടിറ്റീസ് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്താലേ അത് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല. മെഡിസിൻസ് ഏത് ഹോസ്പിറ്റലിലായാലും അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിന് അക്കോർഡൻസ് ആയിട്ടുള്ള മരുന്നുകളെല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യണം. അതിന്റെ ഉറപ്പുവരുത്തേണ്ടത് ഇവരാണ്. ഹോസ്പിറ്റലിന്റെ ഒരു ഫാർമസിയുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. അത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക, വാങ്ങിക്കുന്നത് ലഭ്യമാക്കേണ്ടത് മിനിമം പോസിബിൾ കോസ്റ്റിലാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ക്വാളിറ്റി താഴെ പോകാത്തതും. തീരെ വില കുറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊണ്ടെന്ന് വെച്ച് പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നു, പിറ്റേ ദിവസം വീണ്ടും വരുന്ന പേഷ്യൻസ് ഒരു കുറവില്ല ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു വരാൻ പറ്റുമോ? ഇല്ല. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം മിനിമം പോസിബിൾ കോസ്റ്റിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും. ചില ആളുകൾ അങ്ങനെയാണ്. ഒരാളിൽ നമ്മൾ വാങ്ങിക്കുമോ, ഈ സാധനം തന്നെയാണല്ലോ ഞാൻ അപ്പുറത്തുനിന്ന് വാങ്ങിച്ചേ, പക്ഷെ ഇതേ സെയിം സാധനം, പക്ഷെ വിലയിൽ വ്യത്യാസം ഉണ്ടല്ലോ, 10-20 രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. കമ്പയർ ചെയ്യാറുണ്ട്. മെഡിസിൻസ് തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഇന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചപ്പോൾ ഇത്ര രൂപയ്ക്കാണ് കിട്ടിയത്.
പക്ഷെ അപ്പുറത്തുനിന്ന് വേറെ സ്ഥലത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് ചിലപ്പോ പോയി നോക്കാണ്ടൊക്കെ അന്വേഷിക്കാണ്ടൊക്കെ നമ്മൾ വാങ്ങിച്ചു, അവിടെ ചിലപ്പോ 10-15 രൂപ കൂടുതലായിരിക്കാം. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാം അതെന്തുകൊണ്ടാണ് ഇതേ മെഡിസിൻ തന്നെയാണ്. പക്ഷെ ആ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് മിനിമം പോസിബിൾ കോസ്റ്റിൽ റൈറ്റ് ടൈമില് റൈറ്റ് ഡോസില് നമുക്ക് മെഡിസിൻസ് അവൈലബിൾ ആകുക എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. Second one, they have to professionalize the operations of pharmaceutical services. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയില് നിൽക്കുന്ന ഫാർമസി കൈകാര്യം ചെയ്യുന്നവര്, അത് അവിടെ ഉണ്ടാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ ഫാർമസിയിൽ മരുന്ന് എടുത്തു കൊടുക്കുന്ന മാത്രം കാര്യമല്ല, ഒരുപാട് കാര്യം. അതിലൊക്കെ ഒരു പ്രൊഫഷണലിസം വേണം. എന്നുവെച്ചാൽ പ്രൊഫഷണലൈസ് ആയിട്ട് ചെയ്യണം, കൈകാര്യം ചെയ്യണം. മരുന്ന് എടുത്തു കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഡ്രഗുകൾ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ഡിസ്പെൻസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അത് എടുത്തു വെക്കുന്ന കാര്യമായിക്കോട്ടെ, ലേബൽ ചെയ്യുന്ന കാര്യം, ഒരുപാട് കാര്യങ്ങളും ഫാർമസിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രൊഫഷണലിസം നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പൊ പ്രൊഫഷണലൈസ് ആയിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ഇൻ ദ ഫാർമസി. Then they have to act as the counseling department of medical staff, nurse, and also even for the patients about the usage of drugs and after effects, toxicity, hostile effect of and also drug reactions. അതായത് ഹോസ്പിറ്റലിലെ ഒരു കൗൺസിലർ, ഇവിടെ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഫാർമസിയിൽ ഒരു കൗൺസിലർ ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ ആളുകൾ. അതായത് അവര് മെഡിക്കൽ സ്റ്റാഫുകളോ നഴ്സുമാരോ പേഷ്യൻസ്, ഈവൻ പേഷ്യൻസ് ആണെങ്കിലും ഏതെങ്കിലും മരുന്നുകളൊക്കെ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മെഡിസിന്റെ റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ട്, ഹോസ്റ്റൈൽ ഇഫക്ട്, ആന്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാകാം. പിന്നെ ഏതെങ്കിലും എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ടോക്സിറ്റി, വിഷാംശമൊക്കെ കലർന്നത് അങ്ങനെയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അത്തരം മരുന്നുകളൊക്കെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അത്തരം മരുന്നുകൾ കഴിക്കാൻ പാടില്ലെങ്കിൽ അത് കഴിക്കരുതെന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആകുന്ന കാര്യങ്ങൾ അവർക്ക് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനെയാണ് ഇവിടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നതിന്റെ കാരണം. മനസ്സിലായോ? സൗണ്ട് കട്ടായിപ്പോ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? സൗണ്ടിന് ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കി എല്ലാവരും? ആരെങ്കിലും വേറെ ആരെങ്കിലും പറയോ? ഒരാൾക്കാണെങ്കിൽ ആളുടെ മാത്രം പ്രശ്നമായിരിക്കാം. ഇല്ല. അപ്പൊ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യട്ടോ. എല്ലാവർക്കും ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളുടെ സിസ്റ്റത്തിന്റെ നമ്മളുടെ ഡിവൈസിന്റെ കുഴപ്പമായിരിക്കും, പെട്ടെന്ന് അല്ലെങ്കിൽ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടാ. പെട്ടെന്ന് ഇടയ്ക്കുണ്ടെന്ന്. ഓക്കെ ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ. ആൻഡ് അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇൻഫോർമേറ്റീവ് ആകുന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പേഷ്യൻസിനും മെഡിക്കൽ സ്റ്റാഫിനും ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടി വരും. എല്ലാത്തിനെയും കുറിച്ച് ഓർത്തിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ മരുന്നുകളുമായിട്ട് എന്തെങ്കിലും ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനെയാണ് കൗൺസിലിംഗ് ആയിട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം. They also have to act as the source of information of drug utilization. നമ്മുടെ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ സോഴ്സ്, എവിടെ നിന്നാണ് അത്തരം മരുന്ന് വാങ്ങിച്ചത്, അതിന്റെ സപ്ലൈ ചെയ്ത സ്ഥലം, അതിനെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരിക്കണം. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. എപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് പറയാൻ അറിയണം, ഇന്ന മെഡിസിൻസ് ഇന്ന സ്ഥലത്ത് നിന്നാണ്. അല്ലാതെ അത് ആരൊക്കെയാണോ എവിടത്തൊക്കെയോ കൊണ്ടുവന്നതാണ്, ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമോ, അങ്ങനെ പറയാൻ പാടില്ല. മെഡിസിൻസിന്റെ സോഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അവർ എന്തായാലും കീപ്പ് ചെയ്യണം, അവരറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ടേക്ക് പാർട്ട്, ഫാർമസി ഹാവ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. പിന്നെന്താ, ഹോസ്പിറ്റലില് ഈ മരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു പർട്ടിക്കുലർ ഏരിയ ഫാർമസിക്കകത്ത് തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് ഫാർമസിക്കാരും കൂടി ചിലപ്പോൾ പങ്കുചേരേണ്ടി വരും. റിസർച്ച് നടക്കുന്ന സമയത്ത് റിസർച്ച് ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവര് പല പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ പിന്നാലെ പോയി മരുന്നുകൾ പുതിയതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതിന് ഒരു ഹെൽപ്പ്, ഇവരൊരു സപ്പോർട്ടായിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊരു സപ്പോർട്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. And also they have to bring into practice the decisions which is taken. നമ്മൾ നേരത്തെ ഫംഗ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ
ഫാർമസിയിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയും ഫാർമസിക്കാരും കൂടി ഒത്തൊരുമിച്ച് കുറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും മരുന്നുകളെ സംബന്ധിക്കുന്നത്. വേറെ ഒന്നും കാര്യമല്ല, നമ്മുടെ ഹോസ്പിറ്റൽസിൽ സ്റ്റോർ ചെയ്യേണ്ട മരുന്നുകളെ സംബന്ധിക്കുന്നത്, പുതിയ ഏതെങ്കിലും മെഡിസിൻസ് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് ഓരോ ഡിസിഷൻസ് ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആ തീരുമാനങ്ങളെ ഹാവ് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്, അത് നടപ്പിലാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. They have to also coordinate and cooperate with all other departments of the hospital. ഹോസ്പിറ്റലിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു ബന്ധം, ഒരു കോപ്പറേഷൻ, ഒരു സഹകരണം ഫാർമസിക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ എന്തൊക്കെ മരുന്നുകളാണ് വേണ്ടത്, അപ്പൊ അതിനെ കുറിച്ച് അവരോട് ചോദിച്ചു. ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന HOD-കളൊക്കെ ഉണ്ടായിരിക്കും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ. അപ്പൊ അവരൊക്കെ ആയിട്ട് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോപ്പറേഷൻ, ഒരു സഹകരണം ആവശ്യമുണ്ട്. ബിക്കോസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ മരുന്നുകൾ വേണമെന്ന് ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ അറിയുള്ളൂ. അപ്പൊ ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ടാണ് ഒരു സഹകരണം വേണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഫാർമസി ആൻഡ് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, അത് വേണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽസിലെ ഫാർമസിയിൽ ദേ ഹാവ് ദെയർ ഓൺ പോളിസീസ്. ഒരു ഫാർമസി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്, അതിൻ്റെതായ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലുണ്ട്. അത് ഡിസൈൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക, അത്തരം പോളിസി ഉണ്ടാക്കുക, അതിനെ നടപ്പിലാക്കുക, അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നിയമങ്ങൾ നടപ്പിലാക്കി, അത് ഡിസൈൻ ചെയ്തു, അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കി അത് ഫോളോ ചെയ്യുമ്പോൾ they do not forget about the hospital policies. ഹോസ്പിറ്റലിൻ്റെതായ ഒരു നിയമങ്ങളും രീതികളൊക്കെ ഉണ്ട്, അത് മറന്നുകൊണ്ടാവരുത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യേണ്ടതും ഫുൾഫിൽ ചെയ്യേണ്ടതും. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനുള്ള കുറെ റൂൾസ് ആൻഡ് പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് the pharmacy have to design their own policies. അവരുടേതായ പോളിസീസ് ഡിസൈൻ ചെയ്യുക, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സിൽ വന്നതാണ്. എന്തൊക്കെയാണ് അപ്പൊ ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്? വൺസ് അഗൈൻ ഒന്നുകൂടി നമുക്ക് പറയാം. They have to make sure that means the hospital have to make sure the availability of medications at the right time, right place, right dosage at the minimum possible cost. ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് മിനിമം പോസിബിൾ കോസ്റ്റിൽ തന്നെ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് മരുന്നുകൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡോസിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് they have to professionalize the operations of pharmaceutical services. മരുന്ന് സംബന്ധമായിട്ടുള്ള സേവനങ്ങളിൽ അവരുടെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക. To act as counseling department to the medical staff, nurses and even the patients. അതായത് പേഷ്യൻസും മെഡിക്കൽ സ്റ്റാഫും അതുപോലെ നഴ്സസും ആയിട്ട് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. എന്തിനെ സംബന്ധിക്കുന്നത്? അബൌട്ട് ദ ഡ്രഗ് റിയാക്ഷൻസ്, ആഫ്റ്റർ ഇഫക്ട്സ്, ടോക്സിസിറ്റി, ദെൻ ഹോസ്റ്റൈൽ ഇഫക്ട്, ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലറാണ് ഉദ്ദേശിക്കുന്നത്. ടു ആക്ട് ആസ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. എവിടെ നിന്നൊക്കെയാണ് മരുന്ന് കൊണ്ടുവന്നത്, എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനെ കുറിച്ചുള്ള ഒരു സോഴ്സ് അത് അവർ കീപ്പ് ചെയ്യുക. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. ഹോസ്പിറ്റൽസിലെ ഫാർമസിയിലെ റിസർച്ചിങ് ഒക്കെ ഒരുപാട് നടക്കുന്നതാണ് മരുന്നുകളെ സംബന്ധിക്കുന്നത്. അതിൽ ഭാഗമാക്കുക എന്ന് വെച്ചാൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. And also they have to bring into practice the ഫാർമസിയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയും എടുക്കുന്ന ഡിസിഷൻസ്, തീരുമാനങ്ങളെ നടപ്പിലാക്കുക. ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക, പ്രാക്ടിക്കൽ ആക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. They have to coordinate and cooperate with all the other departments of the hospital. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ച് പോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഫാർമസി എന്ന് പറയുന്നത്. And also they have to design, organize and fulfill the policies, pharmacy policies in keeping with the established policies of the hospital. ഹോസ്പിറ്റലിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് അതിൻ്റെതായ പോളിസീസ് രൂപീകരിക്കാനും അത് അറേഞ്ച് ചെയ്യാനും അതുപോലെ നടപ്പിലാക്കാനുമുള്ള അധികാരം കൂടി. ക്ലിയർ ആയ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഇങ്ങനെ കണ്ണുപിടിച്ചൊന്ന് വേഗം വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വേഗം വായിച്ചു നോക്കുക. പറഞ്ഞ മീനിങ്ങുകൾ ഏതെങ്കിലും സെന്റൻസിനോട് യോജിക്കുന്നുണ്ടോന്ന് നോക്കി. നമ്മള് പറഞ്ഞ മീനിങ്സ് ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണ്ടോ? ആ സെന്റൻസ് വായിക്കുമ്പോ ഇത് ഇന്നതാണ് പറഞ്ഞതെന്ന് ഓട്ടം കൂടി എത്തണം നോക്ക്. പെട്ടെന്ന് കഴിഞ്ഞിട്ട് എടുത്തത്
ആന്റിബയോട്ടിക് ഇഫക്റ്റുകൾ, അതാണ് ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. ആന്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്. പറഞ്ഞിട്ട് അടുത്തത് ഓക്കെ. നെക്സ്റ്റ് വൺ, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളാണ്. എന്താണ് രണ്ടാമത്തെ പോയിന്റില്? ഹോസ്പിറ്റലിലെ ഫാർമാസ്യൂട്ടിക്കൽ സർവീസസ് എന്ന് പറഞ്ഞാൽ മരുന്ന് എടുത്ത് കൊടുക്കുന്നത് മുതൽ, അത് മാത്രമല്ല ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഓപ്പറേഷൻസ് ഹോസ്പിറ്റൽ ഫാർമസിക്ക് അകത്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക, പ്രാഗൽഭ്യം തെളിയിക്കുക, അവരവരുടെ പ്രാഗൽഭ്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കാന്ന് ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയില്. ചിലപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ അയ്യോ അതെനിക്ക് അറിയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് തന്നെ നിങ്ങളുടെ പ്രാഗൽഭ്യം അവിടെ തെളിയിക്കാം എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പ്രാഗൽഭ്യം തെളിയിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഹോസ്പിറ്റൽ ഫാർമസി. മരുന്ന് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അറിയില്ല, അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പാടില്ല. ശരിക്കും അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഹോസ്പിറ്റലില് നമ്മൾ മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന പേഷ്യൻസിന്റെ രോഗം മാറ്റാനല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് അറിവില്ലായ്മ, കുറച്ച് ജ്ഞാനം കൊണ്ടൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി നമുക്കൊരു എന്താ പറയാ അറിവുണ്ടായിരിക്കാം, മെഡിസിൻസും അതിന്റെ കാര്യങ്ങളും ഒക്കെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റും ഒക്കെ. അപ്പൊ ഇതെല്ലാം അറിയണമെന്ന്, അതുകൊണ്ടാണ് ആ പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ കാരണം. ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് സെക്കൻഡ് പോയിന്റ് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? യെസ്. Then now we are going to study the infrastructure. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്ത് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ we have to know that the hospital pharmacy should be situated either in the first floor or on the ground floor. നമുക്ക് അറിയേണ്ടതാണ്, അതായത് ഹോസ്പിറ്റലിന്റെ ഫാർമസി ഒന്നുകിൽ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. കാരണം ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പേഷ്യൻസ് തന്നെത്താനാക്കി നടന്നു വരുന്നവരോ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തുക, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ പോയാലും തിരിച്ച് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് വന്നിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോ ചിലപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം പോയിട്ട് നമുക്ക് കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോരാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ വെൻ മെഡിസിൻ ഈസ് കെപ്റ്റ് ഏതെങ്കിലും ഒരു അറ്റത്തെ ഫ്ലോറിൽ കൊണ്ടുപോയി ഏറ്റവും മുകളിലത്തെ നിലയിലൊക്കെ കൊണ്ടുവച്ച് നടക്കുന്ന കാര്യമാണോ? നമുക്ക് അവിടേക്കൊക്കെ കയറേണ്ട ആവശ്യമില്ല. ഈ മരുന്നിന് വേണ്ടി മാത്രമായിട്ട് അവിടെ കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്ന് നോക്കിയേ, അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാർമസിയിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ്. ആൻഡ് ഈച്ച് ആൻഡ് എവറി പേഷ്യൻസ് എന്തായാലും ഫാർമസിയുടെ മുമ്പിൽ കൂടി കടന്നു വേണം അവരുടെ വീടുകളിലേക്ക് അത് കഴിഞ്ഞ് പോകാൻ. ബിക്കോസ് നമുക്ക് മരുന്ന് കളക്ട് ചെയ്യേണ്ട സ്ഥലം അവിടെയാണ്. അപ്പൊ അത്തരം സ്ഥലം എല്ലാ പേഷ്യൻസിനും സൗകര്യപ്രദമായ രീതിയിൽ പോകുമ്പോൾ അതിലൂടെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലോ ഐദർ ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോ ആയിരിക്കണം ഹോസ്പിറ്റൽ ഫാർമസി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. മറക്കണ്ട. നെക്സ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഫാർമസിയിൽ, അതായത് നമ്മുടെ ഔട്ട് പേഷ്യൻസിനൊക്കെ മരുന്ന് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഫാർമസി, അത് തന്നെയാണ് ഒ പി ഫാർമസി എന്ന് പറയുന്നത്. ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ്. എന്തുണ്ടായിരിക്കണം? നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഒരു ജെന്റിൽ ലുക്ക്, ഒരു ജെന്റിൽമാൻ ലുക്ക് എന്നൊക്കെ നമ്മൾ മനുഷ്യരെ പറയില്ലേ, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ടാകണം. എന്ന് വെച്ചാൽ ആൾക്കാർ അതുകൂടി തിങ്ങി കൂടി അവിടെ ഉള്ള എന്താ പറയാ സ്ഥലം തന്നെ എന്താ പറയാ എല്ലാവരും കൂടി തിങ്ങിക്കൂടി റഷൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നില്ല ആ ഒരു ഇടത്തിന്, അല്ലെ? അതേസമയം ഇനഫ് സ്പേസ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ, ആവശ്യത്തിന് സ്ഥലമൊക്കെ കൊടുത്തു വെയിറ്റിംഗ് റൂം ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടേൺ വരുമ്പോഴേ നമുക്ക് മരുന്ന് തരുന്ന നമ്മളുടെ ടൈം വരുമ്പോഴേ നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ മതി. അല്ലാതെ വെറുതെ വന്നില്ല കൂടി ഒപിയുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കട്ടൗത്തിൽ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. എങ്കിൽ അവർക്ക് അതിന് വെയിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ ഒരു എന്താ പറയാ അറേഞ്ച്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. കസേരകളൊക്കെ ഇന്നൊക്കെ നമുക്ക് മിക്ക ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അതിന്റെ മുമ്പില് ഒത്തിരി കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് നമ്മളുടെ ഇപ്പൊ ഡിജിറ്റൽ ആയിട്ട് കാണിക്കുമല്ലോ നമ്പേഴ്സ്. അപ്പൊ നമ്മുടെ ടേൺ ആകുമ്പോൾ നമ്മുടെ മരുന്നിന്റെ ടോക്കൺ നമ്പർ തന്നിട്ടുണ്ടാവും. ആ നമ്പർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ
കൊടുത്തു കഴിയുമ്പോൾ ചെന്നാൽ മതി, അല്ലെങ്കിൽ ആ നമ്പർ വിളിക്കും, അല്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കണ്ടു ചെന്നാലും മതി മുമ്പിലേക്ക്. അതുവരെ ഇരിക്കാൻ റെസ്റ്റ്, നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം OPക്ക് മുമ്പിൽ. ആൻഡ് അറ്റ് ദ ടൈം ദ OP ഫാർമസി ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ ലുക്ക്. അവിടെയും നമുക്കൊരു പ്രൊഫഷണൽ ലുക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് വൈ വെയിറ്റിംഗ് ഫോർ ദ മെഡിസിൻസ്, if there is displayed educative posters, literatures for reading, some magazines relating to health and hygiene, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർ സുഖമായിട്ട് അവിടെ ഇരുന്ന് അതൊക്കെ വായിച്ചും കേട്ടും കണ്ടൊക്കെ ഇരുന്നോളും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്തരം സൗകര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്താൽ സൂപ്പറായിട്ട് പ്രൊഫഷണൽ ലുക്കായി ഏതിന് ഹോസ്പിറ്റൽ ഫാർമസിക്ക്. ഇന്ന് അതുപോലത്തെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. TV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ന്യൂസ് ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഹെൽത്ത് ഹൈജീൻ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശുചിത്വം, ഇതിനൊക്കെ ഒരു എന്താ പറയാ അവയർനെസ് തരുന്ന രീതിയിലുള്ള ചില പോസ്റ്റേഴ്സ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലേ? നിങ്ങളുടെയൊക്കെ അവിടെ ഹോസ്പിറ്റൽസിൽ അങ്ങനെയുണ്ടോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഇപ്പൊ ചിലപ്പോ ഒരമ്മ കുട്ടിക്ക് എങ്ങനെയാണ് അതിന് പാല് കൊടുക്കുന്നത്, എത്ര സമയം വരെ കൊടുക്കണം, എത്ര വയസ്സ് വരെ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ചില രോഗങ്ങൾ, ഇപ്പൊ എടുത്തു പറയേണ്ട ചില രോഗങ്ങൾ, ഇപ്പൊ ചിലപ്പോ ക്യാൻസേഴ്സിനെ സംബന്ധിക്കുന്നതായിരിക്കും. ഐഡന്റിഫൈ അത്ര ക്യാൻസറുകൾ ഉണ്ടോ എന്ന് നേരത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നേരത്തെ തന്നെ മനസ്സിലാക്കിയാൽ നേരത്തെ തന്നെ ചികിത്സിക്കാം. പല രോഗങ്ങൾ, അങ്ങനെയുള്ള ചില എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോസ്റ്ററുകളാണ്. അവിടെ ആ പഠനമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന മാത്സിന്റെ വലിയ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടിട്ട് അത് സോൾവ് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കലല്ല ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മുടെ ഹെൽത്ത് സംബന്ധമായ ഹൈജീൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയാ മാഗസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് മറിച്ച് നോക്കിയൊക്കെ അവിടെ അവരുടെ സമയം അവിടെ തള്ളി നീക്കിക്കോളും. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ സമയം പോകുന്നതും അറിയില്ല. ആൻഡ് ഓൾസോ നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്ക് പോയി മെഡിസിൻസ് കളക്ട് ചെയ്യുകയും ചെയ്യാം. അതാണ് പ്രൊഫഷണൽ ലുക്ക് എന്ന് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? രണ്ടാമത്തെ okay. And the third one, suitable space for regular manufacturing of stock solution, powders, ointments, etc. അതായത് നമ്മളുടെ ഹോസ്പിറ്റലിനകത്ത് ഇതുപോലെ തന്നെ പുതിയ പുതിയ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോക്ക്, അതിന്റെയൊക്കെ സൊല്യൂഷൻസ്, ചിലപ്പോ മിക്സ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടായി. ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ചില സൊല്യൂഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും മിക്സ് ചെയ്ത് പുതിയ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പിന്നെ പൗഡർ രൂപത്തിലുള്ളത്, പൊടി പോലത്തെയൊക്കെ പെട്ടെന്നൊക്കെ തട്ടോ മുട്ടൊക്കെ ചെയ്ത് പൊടിയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവും നമ്മുടെ എയറിൽ. അത് എന്ത് ചെയ്യും, കലരും അല്ലെ? അപ്പൊ അത് കലർന്നു കഴിഞ്ഞാൽ അവിടെ അടുത്തിരിക്കുന്ന മെഡിസിൻസിലേക്കൊക്കെ വീഴാൻ സാധ്യത. അതുകൊണ്ട് അതൊക്കെ മാറ്റി എവിടെയെങ്കിലും സൂട്ടബിൾ പ്ലേസിൽ അത് വെക്കുക. ഓയിൻമെന്റുകൾ അതുപോലെയൊക്കെ. ഓക്കെ, അപ്പൊ ഇത്തരം മെഡിസിൻസ് ഒക്കെ വേറെ സ്ഥലത്ത് എല്ലാം കൂടി കൊണ്ടുവന്ന് പുരട്ടേണ്ടതോ അല്ലെങ്കിൽ പൊടിയൊക്കെ വല്ല സ്ഥലത്ത് ഇടേണ്ടതോ ഒക്കെ ആയിട്ടുള്ള ഒത്തിരി മരുന്നുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ എക്സ്റ്റേണൽ യൂസിന് ഉപയോഗിക്കുന്നത് നമുക്ക് അങ്ങനെ പറയാം അല്ലെ. ബാഹ്യമായിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നത്, നമുക്ക് അകത്തേക്ക് കഴിക്കുന്ന മെഡിസിൻസ് അല്ലാത്തതൊക്കെ പോലത്തേക്ക് ഉണ്ട്, പൗഡർ രൂപത്തിലുള്ളത്, അതുപോലെ സൊല്യൂഷൻസ് പോലത്തെ ഉള്ളത്, അതുപോലെ തന്നെ നമ്മളുടെ ഓയിൻമെന്റുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് അതിന് പ്രോപ്പർ സ്ഥലം കൊടുത്ത് വെക്കാം. ആൻഡ് ഓൾസോ മാനുഫാക്ചറിംഗ് റൂം ഷുഡ് ബി നിയർ ടു ദ ഫാർമസി. ഫാർമസിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു മാനുഫാക്ചറിംഗ് റൂം. എന്ത് മാനുഫാക്ചർ ചെയ്യാനാ? വേറെ ഒന്നുമല്ല, മെഡിസിൻസ് തന്നെയാണ്. മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട്, പുതിയ മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക റൂം ഫാർമസിയോട് ചേർന്ന് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഓഫീസ് ടു ദ ചീഫ്. ഒരു ചീഫ്, അവിടുത്തെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഒരു ചീഫ് ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലം, ഒരു ഓഫീസ് പോലെ. വലിയ ഓഫീസിന്റെ ഇതൊന്നുമല്ല, സെറ്റപ്പ് ഒന്നുമല്ല, ചെറുതായിട്ട് അവർക്ക് ഒരു ഡെസ്കും ഒരു എന്താ പറയാ ചെയറും അതുപോലെ തന്നെ ടെലിഫോൺ സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, മെഡിസിൻസ് പാക്ക് ചെയ്യാനും അതുപോലെ അതിന് ലേബലിംഗ് ചെയ്യാനുമുള്ള ഏരിയ അതുണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ. സം മെഡിസിൻസ് ഹാവ് ടു ബി റെഫ്രിജറേറ്റഡ്. നമുക്കറിയാം ചില മെഡിസിൻസ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് സൂക്ഷിക്കേണ്ടതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. റിസർച്ച് വിങ്, പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഗവേഷണങ്ങളൊക്കെ നടത്തണ്ടേ. അപ്പൊ അതിന് പ്രത്യേകം ഒരു വിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഫാർമസി സ്റ്റോറും, അതായത് കുറെ മെഡിസിൻസ് ഒക്കെ റാക്സിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതല്ലാതെ ബാക്കിയുള്ള ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടാവുമല്ലോ, എല്ലാം കൊണ്ടൊന്നും ഉണ്ടാക്കേണ്ട. 1000-500 ഓർഡർ ചെയ്ത് പുതിയതായിട്ട് വന്നു, അത് 500-1000 കൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട, റാക്സിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സം ക്യാൻ ബി കെപ്റ്റ് ഇൻ സ്റ്റോർ റൂം. കുറെ മെഡിസിൻസ് ഒക്കെ നമുക്ക് അതിന്റെ സ്റ്റോർ റൂമിൽ വേണമെങ്കിൽ വെക്കാം. ആവശ്യം ഇത് തീർന്ന കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഫാർമസിക്ക് ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ഷുഡ് ബി എ ലൈബ്രറി. എന്താണ്, എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നോവലോ കഥയോ സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വായിക്കാൻ വേണ്ടിയുള്ള ബുക്കുകളാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല,
മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിവാരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സംശയ നിവാരണം നടത്താൻ വേണ്ടി. എന്തെങ്കിലും മെഡിസിൻസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് വേണം. സോ വി ക്യാൻ ചെക്ക് ഫ്രം ദിസ്. ഇതുപോലുള്ള ബുക്കുകൾ, അത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അതൊരു ലൈബ്രറിയാണ്. ഓക്കെ, അത്തരം മെഡിസിൻസിനെ സംബന്ധിക്കുന്നത് ചിലപ്പോൾ രോഗങ്ങളെ സംബന്ധിക്കുന്നതാകാം, രോഗത്തിന് കൊടുക്കുന്ന മെഡിസിൻസിനെ സംബന്ധിക്കുന്നതാകാം, അത്തരം ഒരു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി. അതാണ് ലൈബ്രറി ഉദ്ദേശിക്കുന്നത്. ദെൻ സെപ്പറേറ്റ് റൂം ഫോർ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ്. നമ്മുടെ റേഡിയോ ഐസോട്ടോപ്സ്, ന്യൂക്ലിയർ മെഡിസിൻസ് ഒക്കെ, അതൊക്കെ നമുക്കറിയാം ഒത്തിരി ഡേഞ്ചറസ് ആണ്. അത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ റിലീസ് ചെയ്ത് പുറത്തേക്ക് വ്യാപിക്കാനൊക്കെ ഉള്ള കെമിക്കൽ എലമെന്റുകൾ അതിനകത്തുള്ളതൊക്കെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ വ്യാപിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ദാറ്റ് അത്തരം സാധ്യതകളൊക്കെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് ലോക്ക്ഡ് റൂംസിലാണ്. ദേ ആർ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാത്ത സമയത്ത് ലോക്ക് ആയുള്ള മുറിയിലൊക്കെ അത് ഉപയോഗിക്കാൻ വെക്കുക. ആൻഡ് മാത്രമല്ല, ഇഫ് ദേ ആർ സ്റ്റോർഡ്, അത് ലോക്ക് ചെയ്ത് എപ്പോഴും അത് ലോക്ക് ആണ് എന്ന് കൺഫേം ചെയ്യണം. ബിക്കോസ് അത് അൺലോക്ക്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ അതിന് കയറി അതൊക്കെ മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകാനോ ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതെ ലോക്ക് ചെയ്ത് തന്നെ കീപ്പ് ചെയ്യാം. Then if the isotopes are to be kept in refrigerators, ഇനി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഐസോട്ടോപ്സ് ഒക്കെ ആണല്ലോ, അന്നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇറ്റ് ഷുഡ് ബി ഓൾസോ ലോക്ക്ഡ്. അതും എന്ത് ചെയ്യണം, ലോക്ക് ചെയ്ത് തന്നെ വേണം സൂക്ഷിക്കാൻ. അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെറുതെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് അത് എന്ത് ചെയ്യണം, പെട്ടെന്ന് എന്താ പറയാ ഫ്രിഡ്ജ് ലോക്കൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അതിനെ എന്ത് ചെയ്യുക, അവിടുന്ന് പോകുക. അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഇൻഫ്രാസ്ട്രക്ചർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയിൽ പ്രധാനമായിട്ടും വെക്കേണ്ട ചില കാര്യങ്ങളും എന്താ പറയാ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതൊക്കെ. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? ലൊക്കേറ്റഡ് ഇൻ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ പറഞ്ഞു. ഓഫീസ് ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരു അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം? ഗ്രാൻഡ് അപ്പിയറൻസ്, പ്രൊഫഷണൽ ലുക്ക്, എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ആണ് വേണ്ടത്. സ്യൂട്ടബിൾ സ്പേസ് ഫോർ സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡർ, ഓയിൻമെന്റ് എക്സെട്ര. ചീഫിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ വേണം. റിസർച്ച് വിങ് വേണം. ലൈബ്രറി വേണം. ഫാർമസി സ്റ്റോർ റൂം ആവശ്യമാണ്. റേഡിയോ ഐസോട്ടോപ്സിന് വേണ്ടി പ്രത്യേകം ഏരിയ, ഐതർ റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോക്ക് ആയിട്ട് ചെയ്യേണ്ട സ്ഥാനമായിരുന്നു. എന്തായാലും ലോക്ക് ചെയ്ത് തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് അറിയാവേണ്ട കാര്യമുള്ളൂ. ഏതൊക്കെയാണ് സൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? പറയും വേഗം. യെസ്, അടുത്തൊരു ഭാഗം കൂടി എടുക്കാം. ഓക്കെ, അത് കൂടി എടുക്കാം. എക്യുപ്മെന്റുകളാണ് ഇതൊക്കെ, പേരുകൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എക്യുപ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇനി ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഇരിക്കുന്നത് നോക്കാം. ഓരോ പേരുകൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. പ്രിസ്ക്രിപ്ഷൻ കാർട്ട് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കേസ്. എന്താ പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോ നമ്മൾക്ക് കുറച്ച് മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. നമ്മളുടെ ഒരു കേസ് ഷീറ്റ് കയ്യിലുണ്ടായിരിക്കും അല്ലെ, അതിനകത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് അവിടെ വരുന്ന മണിയായിരിക്കും, നേഴ്സ് വരുന്നു, അത് അവരുടെ കൊടുത്തു വിടുന്നു. അവരതുകൊണ്ട് എവിടേക്ക് പോകും? ഫാർമസിയിലേക്കാണ് പോകുന്നത്. അത് നമ്മളെയും കൊണ്ടുപോകും. വന്നോന്ന് പറയും. പിന്നാലെ നമ്മൾ അവിടെ ചെല്ലുന്നു. ഫാർമസിന് മുമ്പിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അവരത് കൊണ്ടുപോയി ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയി എന്ത് ചെയ്തു, ഒരു കാർട്ട്, ഒരു ഇതുപോലത്തെ ഒരു എന്താ പറയാ ഒരു കേസ് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ട്രേ പോലത്തെ. ആ ട്രേക്കകത്ത് വെക്കും. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാ? പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഈ നമ്മുടെ ലാബിൽ ഫാർമസിയിൽ നമുക്ക് എടുത്തു തരേണ്ടത് ഇതിന്റെ അക്കോർഡൻസിലാണ്. ഇത് കൊണ്ടത് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ ഇപ്പൊ എന്റേത് കൊണ്ടത് ഇവിടെ വെച്ചു, അടുത്ത ആൾക്ക് വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിന്റെ മീതെ വെച്ചു, അങ്ങനെ മീതെ വെക്കും. ഫാർമസിക്കാര് മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിന്നാണോ എടുക്കുക? തീർച്ചയായിട്ടും അല്ല. അത് എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? അപ് ഡൗൺ ആക്കും. എന്താ? താഴത്തുള്ളത് മുകളിലുള്ളത് താഴെ വരുന്ന രീതിയിലേക്ക് ആക്കിയതിനു ശേഷം എന്നിട്ട് മുകളിൽ എടുക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? ആദ്യം വന്നവര് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡൊക്കെ ഉണ്ടല്ലോ അല്ലെ, ആദ്യം വന്നവർക്ക് ആദ്യം ഒക്കെ കൊടുത്തു വിടുന്ന ഒരു രീതി. അപ്പൊ അത്തരം രീതിയിലൊക്കെയാണ് ഇവിടെ മെഡിസിൻസ് കൊടുത്തുവിടുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ട്രേ അത് അവിടെ വെച്ചിട്ടുണ്ടാവും. അതിലാണ് കൊണ്ടുവന്ന് അവർ പ്ലേസ് ചെയ്യാൻ നേഴ്സസ്. ദെൻ എന്താണ്? ഡ്രഗ് സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡ്സ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. ഡ്രോയറും ഷെൽഫൊക്കെ ഉള്ള കബേർഡുകൾ കൃത്യമായിട്ട് വേണം. അവിടെയാണ് നമ്മൾ ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ അടുക്കിയിരിക്കുക അവര് വെക്കുക. എവിടെയെങ്കിലും തോന്നിയ രീതിയിലല്ല, അത് ഓരോ ഓർഡറിലൊക്കെ തന്നെയാണ് വെക്കുന്നത്. അതിനൊക്കെ നമ്മൾ പറയും എങ്ങനെയൊക്കെയാണ് വെക്കുന്നത്, ഏത് രീതിയിലാണ് ഡ്രഗ്സ് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം പഠിക്കാം. ഓക്കെ, സെക്ഷണൽ ഡ്രോയേഴ്സ്. പിന്നെ എന്താ?
ഈ ക്യാബിനകത്തിനകത്ത് തന്നെ സെക്ഷണൽ ഡ്രോയിങ്സ്, ഇങ്ങനെ ഡ്രോയർ വലിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കളം പോലെ ഓരോ ഏരിയാസ് ഉണ്ട്. വലിയ വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ വെറുതെ ഒന്ന് നോക്കിക്കൊണ്ടാ അവര് ബാലൻസ് വരുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. എത്തി ഒരു കുഞ്ഞു കുഞ്ഞു ബോക്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. എന്തിനാ അത് സോർട്ട് ചെയ്ത് വെക്കുന്നതാ. നമ്മൾ കൊടുക്കുന്ന പൈസ സോർട്ട് ചെയ്ത് വെക്കുന്നത് 100 സ്ഥലത്ത് 200, 10, 20, 5, പിന്നെ തുട്ടുകൾ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽസിലും ഒരു ക്യാബിനറ്റ് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മരുന്നുകളൊക്കെ ആണെങ്കിലേ പെട്ടെന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു ക്യാബിനറ്റിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം സെക്ഷണൽ ഡ്രോയേഴ്സിൽ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്പേസ് വേണം. വർക്ക് ടേബിൾസ്, കൗണ്ടർ, അതായത് നമ്മളുടെ അവർക്ക് എന്തെങ്കിലും കൈ മരുന്നുകളൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ ഇരിക്കില്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടേബിളും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ടേബിള്, കൗണ്ടേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൊടുത്തിരിക്കാം. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, സിങ്ക് വെള്ളം കഴുകിയൊക്കെ ഒഴിക്കാനുള്ള സ്ഥലം, നമ്മുടെ വാഷ് ബേസിൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതിന്റെ മുകളിൽ ഒരു ഡ്രെയിൻ ബോർഡും കൂടി വേണം. വെള്ളം ഇങ്ങനെ താഴ്ന്ന് പോകാൻ, വെള്ളം എന്താ പറയാ ഡ്രൈ ആയി പോകാനായിട്ട്. അരിപ്പൊക്കെ പോലത്തെ സാധനം അത് ഡ്രെയിൻ ചെയ്യുന്ന ഒരു സാധനം തന്നെയല്ലേ, അതുപോലത്തെ എന്തെങ്കിലും മോളിൽ ഇങ്ങനെ ദ്വാരമുള്ളതാണെങ്കിൽ വെള്ളം ഒഴുകി താഴേക്ക് ആ സിങ്കിലേക്ക് വീണോളും. അതിന് വേണ്ടിയിട്ട് അതൊരു ബോർഡും അതിന്റെ കൂടെ സിങ്കിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ പ്രോപ്പർ പ്ലേസ് ഫോർ മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ്, മോർട്ടറും പെസ്റ്റിൽസ് ഒക്കെ വെക്കാനുള്ള സ്ഥലം. മോർട്ടറും പെസ്റ്റിൽസും ഇങ്ങനെ ഇടിക്കുന്ന സാധനം, എന്താ പറയാ ഉരലും ഉലക്കിയില്ലേ, അത് ഉരലും ഉലക്കിയല്ല കൊണ്ട് ഉദ്ദേശിച്ചത്. മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ്, ഒരു കുഞ്ഞിത് അല്ലെ. പണ്ടൊക്കെ ഉരലും ഉലക്കൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടോ വീടുകളിൽ ഏതെങ്കിലും ഉരക്കെ കിടക്കുന്നുണ്ടോ? കുട്ടിയോട് മോനെ ഇതാണ് ഊ ഫോർ ഉരൽ എന്ന് പറയാൻ. ഊ ഫോർ ഉരൽ ഉണ്ടാ? ഉണ്ട്. കുറെ വീടുകളിലൊന്നും ഇല്ല. കാരണം അതിന്റെ ഒക്കെ പകരം നമ്മള് അതിനൊക്കെ റീപ്ലേസ് ചെയ്ത് വേറെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചതക്കാനും പൊടിക്കാനൊക്കെ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു മിനിയേച്ചർ രൂപം എടുത്തിട്ടുണ്ട്. ഏതാ? ഇടിക്കുന്ന സാധനം. ഉത്സവ പാടത്തും പള്ളിപ്പരുന്നൊക്കെ ചെല്ലുമ്പോ നമുക്ക് ഈ സാധനം വാങ്ങിക്കുമല്ലേ. എല്ലാവരും എന്താ പറയാ മുളക് അല്ലെങ്കിൽ ഉള്ളിയൊക്കെ കുഞ്ഞിതൊക്കെ ഉണ്ടാവുള്ളൂ ചതക്കാൻ, അതുകൊണ്ട് തന്നെയാ അതൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പിന്നെ ആണെങ്കിൽ ഇപ്പൊ ആണെങ്കിൽ ഇതൊക്കെ തന്നെ പേസ്റ്റ് കിട്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെ, ജിഞ്ചറിന്റെ മാത്രം പേസ്റ്റ്. ഇപ്പൊ ആളുകൾക്ക് ചതയ്ക്കാനും പോലും നേരവുമില്ല. അപ്പൊ ഒത്തിരി ഫാസ്റ്റ് മൂവിങ് ആണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കും. റെഫ്രിജറേറ്റേഴ്സ് അല്ല, അതിന് മുമ്പുണ്ട് ക്യാബിനറ്റ്, കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്. ഈ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, പൊട്ടണ ചില്ലിന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കബേർഡ്. ഫ്ലാസ്ക്, പിന്നെ എന്താ പറയാ ഫണൽസ്, ബീക്കറുകള്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പാത്രങ്ങളൊക്കെ പൊട്ടുന്നത്, അതൊക്കെ ബോംബല്ല അല്ലാതെ ഗ്ലാസ് പാത്രങ്ങളാണ് ഉദ്ദേശിച്ചത്, ചില്ല് പാത്രങ്ങൾ. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം. അത് ഈ മരുന്നുകളുടെ ഒക്കെ ഇടയിൽ കൊണ്ടുപോയി തള്ളികെട്ടിയൊക്കെ വെച്ചാൽ പെട്ടെന്നൊക്കെ നമ്മൾ മരുന്നെടുക്കുമ്പോൾ അത് ഡിസ്റ്റർബ് ആയി താഴെ വീണ് ഉടഞ്ഞു പോകും. ഒന്നാമത് ഇതൊക്കെ വില കൂടിയ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ അത് ഭയങ്കര വലിയ എന്താ പറയാ എക്സ്പെൻസീവ് ആകും. റെഫ്രിജറേറ്റേഴ്സ് വിത്ത് സ്യൂട്ടബിൾ കപ്പാസിറ്റി, പിന്നെ ആവശ്യത്തിന് കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ മരുന്നുകളൊക്കെ ചെറുതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ആവശ്യത്തിന് കപ്പാസിറ്റി ഉള്ളത് തന്നെ. എത്ര കപ്പാസിറ്റിയുടെ എന്നൊക്കെ അവർക്കറിയാം, അവരനുസരിച്ച് വെച്ചോളും. എന്തായാലും ഫ്രിഡ്ജ് ഉണ്ടാവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നാർക്കോട്ടിക് മരുന്നുകൾ, നാർക്കോട്ടിക് സേഫ്, മയക്കുമരുന്നുകൾ മാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ്, അത് സെപ്പറേറ്റ് ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയേഴ്സിലായിരിക്കും വെക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഇതിന്റെ കൂടെ വെക്കാൻ പറ്റില്ല. മയക്കുമരുന്ന് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും ഇതിനകത്തൊക്കെ പെടും. ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഓർ കണക്ഷൻ, അതായത് ഫയൽ വെക്കാനുള്ള സ്ഥലവും ടെലിഫോൺ സൗകര്യവും ഒക്കെ ഉള്ള ഒരു ഓഫീസ് ഡെസ്ക് ഫാർമസിക്കകത്തുണ്ടായിരിക്കണം. എന്തിനാ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലേക്കൊക്കെ സുഖമാണ് എല്ലാവരും ചോറുന്നൊക്കെ ചോദിക്കാനാണോ? അല്ല, ഹോസ്പിറ്റലിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഫാർമസിക്ക് കണക്ഷൻ ഉണ്ടാവണം എന്ന് നമ്മൾ തൊട്ടു മുന്നിൽ പഠിച്ചില്ല ഒബ്ജക്റ്റീവ്സില്. അപ്പൊ ഇടയ്ക്ക് അവര് കണക്ട് ചെയ്യേണ്ടി വരും. എന്തൊക്കെ മരുന്നുകളെ കുറിച്ചിട്ടുള്ള സംശയങ്ങള് ഇങ്ങോട്ട് ചോദിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചോദിക്കാം. അതിന് രണ്ടിനും വേണ്ടിയിട്ട് ഒരു ഫോൺ കണക്ഷൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോൺ കണക്ഷൻസ് ഉണ്ടായിരിക്കും. ഒരു ഫയൽ വെക്കാനുള്ള ക്യാബിനറ്റ്. ഡിസ്പെൻസിംഗ് വിൻഡോ, ഇനി ലാസ്റ്റ് ഒരു ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. നഴ്സസ് എന്നാണ് അവിടെ സ്പെല്ലിംഗ് തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നോട്ടില് സ്പെല്ലിംഗ് തെറ്റാണ്. MURSES എന്നാണ്. അവിടെ എന്തോ MUTSES. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഫ്രണ്ടിൽ എന്താ പറയാ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ നോട്ടിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേക്കാം. ഓക്കെ, ഡിസ്പെൻസിംഗ് വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? മരുന്നെടുത്തു ഇങ്ങനെ നമുക്ക് തരണ്ടേ ഒരു ദ്വാരം ഉണ്ടാവൂലേ? ഒന്നെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും അല്ലേ? എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ കൂടി ആയിരിക്കും നമുക്ക് മരുന്നെടുത്ത് നമുക്കോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസിനോ അല്ലെങ്കിൽ എന്താ പറയുക നഴ്സുമാർക്കോ ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായിരിക്കും.
ക്ലിയർ ആയോ? These are the equipments which are needed in hospital pharmacy. ഹോസ്പിറ്റൽ ഫാർമസിക്കകത്ത് വേണ്ട സാമഗ്രികളുടെ പേരാണ് ഈ പറഞ്ഞതൊക്കെ. ക്ലിയർ ആണോ? പറയ്, മുണ്ടകളിൽ ഉറങ്ങിപ്പോയാ? ഓക്കെ, നമ്മളിന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു, എക്യുപ്മെന്റ്സ് വിച്ച് ആർ റിക്വയർഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസിയിൽ അത്യാവശ്യം സൂക്ഷിക്കേണ്ട ചില സാധനങ്ങളുടെ പേരുകളും ആണ് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കുക കേട്ടാ. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയെ കുറിച്ച് കുറച്ചൊക്കെ നമുക്കറിയാം. അതിന്റെ കൂടെ നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എന്താ പറയാ കൂടുതൽ അറിയാവുന്ന കാര്യം കൂടി ഉള്ളൂ. അതൊക്കെ ഒന്ന് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, എന്നൊന്ന് പറഞ്ഞേ. ഓക്കെ.